നമസ്കാരം, ഗ്ലോബൽ സമയത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അമേരിക്കയിൽ ജീവിക്കുന്ന ഓരോ പ്രവാസിയെയും ഒരേപോലെ ആശങ്കപ്പെടുത്തുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. പറഞ്ഞു വരുന്നത് മറ്റൊന്നിനെയും കുറിച്ചല്ല, യുഎസിന്റെ ഹെൽത്ത് കെയർ സിസ്റ്റത്തെ കുറിച്ചാണ്. കാനഡയിലോ UK പോലെ ഒരു പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റം അല്ല യുഎസിനുള്ളത് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഒരു നിസ്സാര പരിക്കിന് പോലും നമ്മുടെ മാസശമ്പളത്തെക്കാൾ വലിയൊരു തുക ബില്ലായി വരുമ്പോൾ അതുണ്ടാക്കുന്ന ആഘാതം വളരെ വലുതാണ്. മെഡിക്കൽ എമർജൻസികൾ വന്നാൽ നമുക്ക് അതിൽ നിന്നും ഒഴിഞ്ഞു മാറാനും സാധിക്കില്ല. മെഡിക്കൽ ബില്ലുകൾ നോക്കാതെ വേഗത്തിൽ ഹോസ്പിറ്റൽ എത്താനേ നോക്കൂ. എന്നാൽ കഴിഞ്ഞ ദിവസം US നിന്നും പുറത്തു വന്ന ഒരു വാർത്ത നമ്മുടെ കണ്ണു തുറപ്പിക്കുന്നതാണ്. ഒരു ചെറിയ വീഴ്ചയെ തുടർന്ന് കൈക്ക് പരിക്ക് പറ്റി എമർജൻസി റൂമിൽ പോയ ഒരാൾക്ക് ലഭിച്ചത് $2000 വരുന്ന ബില്ലാണ്. വെറും 1.5 മണിക്കൂർ നേരത്തെ ചികിത്സയ്ക്കാണെന്ന് ഓർക്കണം. അതായത് ഏകദേശം 1.5 ലക്ഷത്തിലധികം ഇന്ത്യൻ രൂപ. ഇതിൽ ഭൂരിഭാഗവും ഫെസിലിറ്റി ഫീ എന്ന പേരിലാണ് ഈടാക്കിയിരിക്കുന്നത്. ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ പോലും വലിയൊരു തുക നമ്മൾ കയ്യിൽ നിന്ന് നൽകേണ്ടി വരുന്ന ഈ സാഹചര്യം ഇവിടെ സ്ഥിരമാക്കിയ ആളുകൾക്ക് വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നത്. നമുക്കറിയാം, US ഡോക്ടറെ കാണണമെങ്കിൽ ആഴ്ചകൾക്ക് മുന്നേ അപ്പോയിന്റ്മെന്റ് എടുക്കണം. അതുകൊണ്ട് തന്നെ ചെറിയൊരു അത്യാഹിതം വന്നാൽ പോലും ആളുകൾ നേരെ പോകുന്നത് എമർജൻസി റൂമുകളിലേക്കോ അർജന്റ് കെയറുകളിലേക്കോ ആണ്. അവിടെ എത്തുമ്പോൾ മുതൽ തുടങ്ങുന്ന ചാർജുകൾ പലപ്പോഴും സുതാര്യമല്ല. ഒരു IV ഫ്ലൂയിഡിനോ അല്ലെങ്കിൽ ലളിതമായൊരു എക്സ്റേക്കോ ആശുപത്രികൾ ഈടാക്കുന്നത് വിപണി വിലയുടെ 10 മടങ്ങ് തുകയാണ്. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിൽ പ്രൊഫഷണലുകളായി ജോലി ചെയ്യുന്ന നമുക്ക് മികച്ച വരുമാനമുണ്ടെങ്കിലും ഇത്തരം അപ്രതീക്ഷിത മെഡിക്കൽ ബില്ലുകൾ നമ്മുടെ സേവിങ്സിനെയും ഭാവി പ്ലാനുകളെയും തകിടം മറിക്കും. ഇവിടെ ഗൗരവകരമായ മറ്റൊരു കാര്യം, അമേരിക്കയിലെ മെഡിക്കൽ കടബാധ്യതകൾ പലരുടെയും ക്രെഡിറ്റ് സ്കോറിനെ പോലും ബാധിക്കുന്നു എന്നതാണ്. വീട് വാങ്ങാനോ കാറ് വാങ്ങാനോ ശ്രമിക്കുമ്പോൾ ഈ പഴയ ബില്ലുകൾ നമുക്ക് തടസ്സമാകാറുണ്ട്. ഇന്ത്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവിടെ അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങളുണ്ട് എന്നത് സത്യമാണ്. എന്നാൽ സാധാരണക്കാരന്റെ പോക്കറ്റ് ചോർത്തുന്ന ഈ ഇൻഷുറൻസ് ഹോസ്പിറ്റൽ ലോബികളുടെ പ്രവർത്തനം പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. US മലയാളി പ്രവാസികൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മെഡിക്കൽ ബില്ലുകൾ ലഭിക്കുമ്പോൾ അത് കണ്ണടച്ച് അടയ്ക്കുന്നതിന് മുൻപ് ഐറ്റംസ് ബിൽ ചോദിച്ചു വാങ്ങുക. ഓരോ സർവീസിനും എത്രയാണ് ചാർജ് എന്ന് കൃത്യമായി മനസ്സിലാക്കുക. പലപ്പോഴും ബില്ലുകളിൽ തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളുമായി സംസാരിച്ച് ബില്ലിൽ ഇളവ് ചോദിക്കാനുള്ള ഓപ്ഷനുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഫിനാൻഷ്യൽ അസിസ്റ്റന്റ് പ്രോഗ്രാമുകളെ കുറിച്ച് പലരും ബോധവാന്മാരല്ല. അമേരിക്കയിലെ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഹെൽത്ത് കെയർ പോളിസികൾ വലിയ ചർച്ചാ വിഷയമാണ്. ഓരോ തിരഞ്ഞെടുപ്പിലും നമ്മൾ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ഈ ആരോഗ്യ പരിരക്ഷാ നയങ്ങൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. നമ്മുടെ അധ്വാനത്തിന്റെ വലിയൊരു ഭാഗം ഇത്തരം അന്യായമായ ബില്ലുകളിലേക്ക് പോകാതിരിക്കാൻ കൂടുതൽ സുതാര്യമായ നിയമങ്ങൾ ഇവിടെ വരേണ്ടതുണ്ട്. നിങ്ങളിൽ ആർക്കെങ്കിലും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. മറ്റൊരു അന്താരാഷ്ട്ര വാർത്തയുമായി വീണ്ടും കാണാം.